വിയറ്റ്നാമിലെ വിശേഷങ്ങൾ പങ്കിടാനായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വിയറ്റ്നാമിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് വിയറ്റ്നാമിലേക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ 2022 സെപ്റ്റംബർ മാസത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് തുടങ്ങിയിട്ടില്ല. സിംഗപ്പൂർ പോയ ശേഷമാണ് ഞാൻ വിയറ്റ്നാമിലേക്ക് പോയത്. ഇവിടുന്ന് രാവിലെ 1 മണിക്കായിരുന്നു സിംഗപ്പൂരേക്കുള്ള ഫ്ലൈറ്റ്. അവിടെ 8 മണിക്ക് എത്തി. പിന്നെ എനിക്ക് ഏകദേശം ഒരു 7 മണിക്കൂർ സിംഗപ്പൂർ എയർപോർട്ടിൽ ലേ ഓവർ ഉണ്ടായിരുന്നു. 3 മണിക്ക് ഉച്ചയ്ക്ക് അടുത്ത ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ 7 മണിക്കൂർ പെട്ടെന്ന് തന്നെ പോയി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗപ്പൂർ എയർപോർട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർപോർട്ടാണ്. അവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കാക്ടസ് ഗാർഡനും ബട്ടർഫ്ലൈ ഗാർഡനും അങ്ങനെ പലതും. അതിൽ തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഒരു ചെറിയൊരു ഏരിയയിൽ ഒരു മനോഹരമായ ഒരു ഗാർഡൻ, അതിൽ നിറയെ ഈ ചിത്രശലഭങ്ങൾ, പല വെറൈറ്റി ബട്ടർഫ്ലൈസ്. അങ്ങനെ വളരെ സന്തോഷത്തിലാണ് അവിടെ നിന്ന് ഹാനോയിലേക്ക് എത്തിച്ചേർന്നത്. വൈകിട്ട് 6 മണിയായപ്പോൾ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായുള്ള ഹാനോയിലെത്തി. ഹാനോയിൽ നിന്ന് ഞാൻ അന്ന് രാത്രി തന്നെ സാപ്പയിലേക്കാണ് പോയത്. ഈ വിയറ്റ്നാമിൻ്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എസ് ഷേപ്പ് ആണ് തോന്നുക. അപ്പോൾ അതിൽ ഏറ്റവും മുകളിലായിട്ടാണ് ഈ സാപ്പ പ്രദേശമുള്ളത്. സാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്രദേശമാണ്. മലനിരകൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ്. വിയറ്റ്നാമിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ഫാൽചപ്പാനൊക്കെ അവിടെയാണുള്ളത്. മാത്രവുമല്ല, വിചിത്രമായിട്ടുള്ള ജീവിത രീതികൾ പിന്തുടരുന്ന മോങ് എന്ന ഗോത്രവർഗ്ഗക്കാർ ഈ സാപ്പയിലാണുള്ളത്. അതുകൊണ്ടാണ് ആദ്യം അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചത്. ഹാനോയിൽ നിന്ന് 5-6 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്താലാണ് നമുക്ക് ഈ സാപ്പയിൽ എത്തിച്ചേരാൻ പറ്റുക. ഞാൻ രാത്രി ബസ്സിലാണ് അങ്ങോട്ടേക്ക് പോയത്. അപ്പം പകല് ഈ 6 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്ത് ആ ഒരു ദിവസം കളയണ്ട എന്നുള്ളതുകൊണ്ടാണ് രാത്രിയത്തെ ബസ് കിട്ടിയത്. അതൊരു വിചിത്രമായ അനുഭവമായിരുന്നു. കാരണം ബുക്ക് ചെയ്തത് സ്ലീപ്പർ ബസ്സാണ്. സ്ലീപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാമെന്നുള്ള പ്രതീക്ഷയിലാണ് സ്ലീപ്പർ ബസ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇവരുടെ സ്ലീപ്പർ എന്ന് പറയുമ്പം അതായത് നമ്മുടെ തലഭാഗം കുറച്ചൊന്ന് ഉയർന്നിരിക്കും. അപ്പം നമ്മുടെ തലയുടെ ആ ഭാഗത്താണ് പുറയിലിരിക്കുന്ന ആളുടെ കാല് വന്ന് ഫിറ്റ് ആവുക. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് ചെരിയാനോ അല്ലെങ്കിൽ ഇതിന് നേരെ കിടക്കാനോ ഒന്നും പറ്റില്ല. ഭയങ്കര അസ്വസ്ഥതയാണ് അങ്ങനെ കിടന്ന് യാത്ര ചെയ്ത് പോകാനായിട്ട്. എന്തായാലും 5 മണിയായപ്പോഴത്തേക്ക് ഞാൻ സാപ്പയിൽ എത്തിച്ചേർന്നു. ഞാൻ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് ഈ മോങ്ക് ഗോത്രവർഗ്ഗക്കാർ ഒരുപാട് പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ അതിഥികളെ കാത്താണ് നിന്നത്. എൻ്റെ ഗൈഡും ഒരു മോങ് ഗോത്രവർഗ്ഗക്കാരിയായിരുന്നു. അവരുടെ പേര് ബാവു എന്നാണ്. ഈ മോങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലുണ്ടായിരുന്ന മലയോര കർഷകരാണ്. അവിടെ വംശഹത്യ നേരിട്ടപ്പോഴാണ് അവർ പലായനം ചെയ്ത് കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വന്നത്. ഇതിൽ തന്നെ പല വിഭാഗക്കാരുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണത്. ബ്ലാക്ക് മോങ്, ബ്ലൂ മോങ്, വൈറ്റ് മോങ് അങ്ങനെ. അപ്പം ഞാൻ ഞാൻ ആ ഒരു 3 ദിവസം സ്പെൻഡ് ചെയ്തത് ഈ ബ്ലാക്ക് മോങ് വർഗ്ഗക്കാരിയായ ബാവുവിൻ്റെ വീട്ടിലായിരുന്നു. ഫേസ്ബുക്ക് വഴിയായിരുന്നു ഞാൻ ബാവുവിനെ പരിചയപ്പെട്ടത്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നേരിട്ട് പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിൽ നമ്മൾ പോയി 3 ദിവസം താമസിക്കുന്നു എന്നുള്ളത്. എന്തായാലും കുറച്ച് ദിവസം ചാറ്റ് ചെയ്തതിൻ്റെ ഒരു സമാധാനത്തിൽ അല്ലെങ്കിൽ ഒരു വിശ്വാസ്യത തോന്നി. അങ്ങനെയാണ് ബാവുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. എന്തായാലും ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ബാവു എന്നെ കണ്ടുപിടിച്ചു. ബാവുവിൻ്റെ ഭർത്താവും അവിടെ വന്നിരുന്നു. ബാവുവിൻ്റെ ഭർത്താവിൻ്റെ കൂടെ എന്നോട് ബാവുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വലിയ ബാഗ് ബാവു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോഴും നമുക്ക് ടെൻഷനാണ്. കാരണം ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മൾ പോകുന്നു, ഒരു പരിചയമില്ലാത്ത ആളുടെ അടുത്ത് നമ്മുടെ ബാഗ് കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ പേഴ്സുള്ള ഹാൻഡ് ബാഗ് മാത്രമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ യാത്രകൾ നമുക്ക് തരുന്നൊരു ധൈര്യമുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ പലരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട്. പല അപരിചിതരും നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവരെ വിശ്വസിച്ച് പോകും. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ ബാവുവിനെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ടു. ഈ മോങ് വർഗ്ഗക്കാരൊക്കെ പൊതുവെ ഹൈറ്റ് കുറഞ്ഞവരാണ്, ഒരുപാട് ഉയരമില്ല.
അപ്പം അദ്ദേഹത്തിൻ്റെ കൊണ്ട് ബൈക്കിൽ പോകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഞാൻ അത്യാവശ്യം ഹെവി വെയിറ്റ് ആയിട്ട് അയാളുടെ പുറകെ ഇരുന്ന് ഈ മലപ്രദേശത്തൂടെയല്ലേ യാത്ര ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, അവരൊക്കെ നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ്. വളരെ ഈസി ആയിട്ട് പുള്ളി വണ്ടി ഓടിച്ച് ഈ ബാബുവിൻ്റെ വീട്ടിലെത്തിച്ചു. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ബൈക്ക് പോവുള്ളൂ. അതിനുശേഷം നമ്മൾ ചെറിയൊരു കയറ്റം കയറിയാണ് ബാബുവിൻ്റെ വീട്ടിലെത്തിയത്. നല്ല രസമാണ് ആ വീട്, തടി കൊണ്ടുണ്ടാക്കിയ ഒരു 2 നില വീട്. അവിടെ ചെന്നപ്പം യായ എന്ന് പറയുന്ന ബാബുവിൻ്റെ സഹോദരി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ തലമുടി ഒരു പ്രത്യേക രീതിയിൽ കെട്ടിയിട്ട് ഒരു വെള്ളി ചീപ്പ് വെച്ച് ആണ് അത് അലങ്കരിക്കുന്നത്. ബാബു വന്നതിന് ശേഷം ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ ബാബുവിനോട് പറഞ്ഞു, എനിക്കതുപോലെയൊക്കെ ഒരുങ്ങണം, എന്നെ അതുപോലെ തലമുടി കെട്ടണം എന്നൊക്കെ. അപ്പം ബാബു ശരിക്കും പറഞ്ഞാൽ ബാബുവിൻ്റെ മുടി അഴിച്ച് കാണിച്ചു. നോക്കുമ്പോൾ ബാബുവിൻ്റെ അത്രയും നീളമുണ്ട് ആ മുടിക്ക്. അവർ മുടി വെട്ടില്ല, എത്രയോ വർഷങ്ങളായിട്ട് ബാബു മുടി വെട്ടിയിട്ടില്ല. അപ്പം ബാബുവിൻ്റെ അത്രയും ഹൈറ്റ് തന്നെ ആ മുടിക്കുണ്ട്. അപ്പം ആ മുടി അവരിങ്ങനെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ വലിച്ചു കെട്ടിയാണ് പിന്നെ ഈ സ്ലൈഡ് കുത്തി വെക്കുന്നത്. പക്ഷെ എൻ്റെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൂച്ചവാലിൻ്റെ അറ്റത്തോട്ട് ബാബു തുണിയുടെ ഒരു കഷ്ണം നീളത്തിന് മുറിച്ചിട്ട് കെട്ടിയിട്ട് പിന്നെ അത് എൻ്റെ തലയുടെ ചുറ്റും കെട്ടിവെച്ച് ഇതുപോലെ ചീപ്പൊക്കെ വെച്ച് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവർക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരണം എന്ന് വളരെയധികം അവർക്ക് ഭയങ്കര ഉത്സാഹമാണ് അവർക്ക് അതൊക്കെ ചെയ്യാനായിട്ട്. അന്ന് ഞങ്ങൾ ജിയാങ് തായ് എന്ന് പറഞ്ഞൊരു ഗ്രാമം കാണാനായിട്ട് പോകാൻ തീരുമാനിച്ചു. ഈ മോങ് വർഗ്ഗക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. ഞാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ നോക്കുമ്പം ബാബുവിൻ്റെ മോനും ബാബുവിൻ്റെ ഭർത്താവും അവിടെ നിന്ന് കള്ളു കുടിക്കുകയാണ്. എനിക്ക് ഭയങ്കര വിചിത്രമായിട്ട് തോന്നി. കാരണം രാവിലെ ഒരു 9 മണി സമയമാണ്. ബാബുവിനോട് ചോദിച്ചപ്പം ആണുങ്ങൾ പൊതുവേ അങ്ങനെയാണെന്ന് പറഞ്ഞു. അവരാരും ജോലിക്കൊന്നും പോകത്തില്ല. അപ്പോൾ ഈ ഗൈഡ് പണിയും എല്ലാ കാര്യങ്ങളും ഈ ഗ്രാമത്തിലെ സ്ത്രീകളാണ് കൂടുതലും ചെയ്യുന്നത്. അവരാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് ആ ഗ്രാമത്തിൽ പോയപ്പോഴും ഈ പല ടൂറിസ്റ്റുകളെയും കാണാൻ പറ്റി. അപ്പോൾ അവർക്കൊപ്പമൊക്കെ ഉണ്ടായിരുന്ന ഗൈഡ് എന്ന് പറയുന്നത് സ്ത്രീയാണ്. എവിടെയും ഒരു പുരുഷ ഗൈഡിനെ കണ്ടില്ലായിരുന്നു. ഗ്രാമത്തിലേക്ക് കുറേ നടക്കാനുണ്ട്. ചെറിയ കോൺക്രീറ്റ് വഴികളാണ്. അവിടെ കാറ് അങ്ങനത്തെ വാഹനമൊന്നുമില്ല, എല്ലാം 2 വീലറാണ്. ഈ 2 വീലർ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ നന്നായിട്ട് ഓടിക്കുന്ന കാണാം അവിടെ. ഇവർ പാടമാണ് കൂടുതലും അവിടെ ഉള്ളത്, നെൽകൃഷിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ പാടത്ത് പണി ചെയ്യാനായിട്ട് ഈ ഗംബൂട്ടൊക്കെ ധരിച്ച് പുറകിലൊരു മുളയുടെ കൊട്ടയുണ്ടാവും. അങ്ങനെ ഒരുപാട് സ്ത്രീകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും, വണ്ടി ഓടിച്ചും അല്ലാതെ നടന്നും ഒക്കെ പോകുന്നത്. ആ ഗ്രാമ കാഴ്ചകൾ രസമായിരുന്നു. കാരണം പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. പിന്നെ തട്ടായിട്ടുള്ള നെൽകൃഷി പാടങ്ങളാണ്. നമ്മൾ ബാലിയിലൊക്കെ അത് ഭയങ്കര ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. ഈ റൈസ് ടെറസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ആ റൈസ് ടെറസ് കാണാൻ വേണ്ടി പോലും അവിടെ നമ്മൾ പൈസ കൊടുക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ടൂറിസം വന്നിട്ടില്ല. അപ്പം അങ്ങനെ ആ ടെറസിൽ ആ നെൽപ്പാടങ്ങളിലൂടെയൊക്കെ നടക്കാനൊക്കെ പറ്റി. പിന്നെ ഒരു എരുമയെ അവിടെ കണ്ടു. ഒരു എരുമയല്ല, കുറേ എരുമകളെ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടു. ബാബു പറഞ്ഞു അത് അവരുടെ ദേശീയ മൃഗമാണ്. ഏറ്റവും കൂടുതൽ കാരണം ഈ ഇതുപോലെ തട്ടായിട്ടുള്ള കൃഷി ഇടങ്ങളായതുകൊണ്ട് തന്നെ ഈ മെഷീനിലൊന്നും അവർക്ക് പണിയെടുക്കാൻ പറ്റില്ല. അപ്പം ആ പരമ്പരാഗത രീതിയിൽ ഈ മൃഗങ്ങളെ വെച്ചും മനുഷ്യരും തന്നെയാണ് ഈ കൃഷിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ഗ്രാമത്തിൽ കൊച്ചു കൊച്ചു കടകൾ കാണാം. ഇത് തുണിത്തരങ്ങളും ചെറിയ ചെറിയ സോവിനിയേഴ്സും ഒക്കെ അവർ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നതാണ്. ഇവിടെയൊക്കെ ഈ സ്ത്രീകൾ ഇരുന്ന് പണി ചെയ്യുന്നുണ്ടാവും, അതായത് നെയ്ത്ത് പണിയോ എന്തെങ്കിലുമൊക്കെ. എന്നിട്ട് നമ്മൾ ആരെങ്കിലും ആ കടയിലോട്ട് കയറി ചെല്ലുമ്പോൾ മാത്രമാണ് ഈ ജോലി നിർത്തി വെച്ചിട്ട് അവർ തന്നെ ഈ സാധനങ്ങൾ എടുത്തു തരാനും നിൽക്കുക. തൊട്ടടുത്ത് തന്നെ ഈ പുരുഷന്മാർ വെറുതെ ഇരിക്കുന്നതാണ്. എങ്കിലും അവർ ഈ കടയുടെ കാര്യം ഒന്നും സഹായിക്കാത്തതിൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞങ്ങൾ കുറേ നടന്ന് അവിടെ ഒരു അരുവിയുടെ അടുത്തെത്തി. ആ അരുവിയുടെ ഉള്ളിലൂടെ ഒരു റൂട്ട് ബ്രിഡ്ജും ഉണ്ട്, പിന്നെ പുതിയതായിട്ട് പണിത ഒരു ഇരുമ്പ് പാലവും ഉണ്ട്. അപ്പോൾ ആ ഇരുമ്പ് പാലവും നല്ല വീതി കുറവാണ്. കാരണം ഈ പറഞ്ഞ പോലെ അവിടെ മറ്റ് വാഹനങ്ങളൊന്നുമില്ല, ഇരുചക്രം മാത്രം പോയാൽ മതി എന്നുള്ളത് കൊണ്ട് വീതി കുറഞ്ഞൊരു പാലമായിരുന്നു. നല്ല കാഴ്ചകളായിരുന്നു. പിന്നെ ഗ്രാമത്തിൽ കണ്ട പഴയ രീതിയിൽ അവരുടെ ഈ ചോളമൊക്കെ പൊടിക്കുന്നതുണ്ട്. ഇത് നമ്മുടെ 2 അരകല്ല് പോലത്തെ കല്ല് മുഖാമുഖം ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനൊരു തടി കൊണ്ടുള്ളൊരു വലിയ ഹാൻഡിലുണ്ട്. എന്നിട്ട് ഈ ഹാൻഡിലിട്ടിട്ട് കറക്കിയാണ് ആ കല്ല് അനക്കുന്നത്. അപ്പം അങ്ങനെ ചോളം പൊടിക്കുന്ന കണ്ടു. പിന്നെ വേറൊരു സ്ഥലത്താണെങ്കിൽ ഈ അരുവിയുടെ വെള്ളം ഒരു പ്രത്യേക രീതിയിൽ വന്ന് പതിക്കുമ്പം ഈ ചോളം പൊടിക്കാൻ പറ്റും.
അപ്പം അങ്ങനത്തെ 2 സാധനങ്ങൾ അവിടെ കണ്ടു. പിന്നെ അതുകൂടാതെ ചാരായം വാറ്റുന്നത്, ഈ ഗ്രാമങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ചാരായം അവരുടെ, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചാരായം അവർക്ക് എന്നും അവർ കുടിക്കുന്ന ഒരു സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചാരായം മാറ്റുന്ന ഒരു വീടും ഞങ്ങൾ കണ്ടു. അങ്ങനെ നോക്കുമ്പോഴാണ് ദൂരെ ഒരു ചുമന്ന തലപ്പാവ് ധരിച്ചൊരു സ്ത്രീയെ കണ്ടത്. ഞാൻ പെട്ടെന്ന് ഓർത്തു, അത് റെഡ് സാവോ എന്നാണ് അവർ പറയുന്നത്, ഈ ഗോത്രവർഗ്ഗക്കാർ. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്ത്രീകൾ പുരികം പഠിച്ചിട്ടുണ്ടാവും, അവർക്ക് പുരികം ഉണ്ടാവില്ല. അപ്പം അതിന് പറയുന്ന കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇതുപോലെ ഒരു സ്ത്രീയുടെ മുടി വീണ് ആ വീട്ടിലെ ഗൃഹനാഥൻ മരിക്കുകയുണ്ടായി. അപ്പം അതിന് ശേഷമാണ് ഇവർ മുടിയും പഠിക്കും പുരികവും പഠിക്കും എന്നുള്ളത്. അപ്പം ഞാൻ ആ ബാവുവിനെ അറിയത്തില്ല, ആ വീട്ടുകാരെ ഒന്നും ബാവുവിനെ അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും കയറി ചെന്നു. എന്നിട്ട് അവരുടെ ഒപ്പം ഇങ്ങനെ പരിചയപ്പെടാൻ വന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നല്ല ഹൃദ്യമായിട്ടുള്ളൊരു സ്വീകരണമായിരുന്നു. ഒരു മടിയും കൂടാതെ ഒരു കൊച്ചു കുടിലാണ്, ഒരു വീടെന്നൊന്നും പറയാനില്ല, ഒരു കുടിൽ. അപ്പം അതിനകത്തൊക്കെ കയറി കണ്ടു. അപ്പം അവിടെ കുറച്ച് ആളുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു അന്നെന്തോ ഇവർ ഈ ഷാമനിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു ഷാമൻ വന്ന് അവിടെ ഒരു ചടങ്ങ് നടത്തിയതാണ്. ചടങ്ങ് കഴിഞ്ഞു. അപ്പം ഇനി അവർ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അങ്ങനെ എന്നെയും കൂടെ കൂട്ടി ഭക്ഷണം കഴിക്കാനായിട്ട്. വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ചു. ഒരു ചെറിയ അധികം പൊക്കമില്ലാത്തൊരു ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ ഭക്ഷണം നിരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലാകെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക, പിന്നെ ഈ ടോഫു, നമ്മുടെ പനീർ പോലത്തെ ഒരു സാധനം, പിന്നെ ചെറിയ മീൻ ചുട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനൊക്കെ ആണെങ്കിലും ഇതൊക്കെ തൊലിയോടുകൂടി പുഴുങ്ങി വെച്ചതായിട്ടാണ് തോന്നിയത്. പിന്നെ കാന്താരി ചമ്മന്തി പോലെ അരച്ചു വെച്ചിരുന്നു. അപ്പോൾ ഈ ഷാമൻ അവിടെ ഉണ്ട്. അപ്പം എല്ലാവരുടെയും പ്ലേറ്റിൻ്റെ അവിടെ ഒരു കുഞ്ഞ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഗ്ലാസ്സിൽ ഷാമൻ ആദ്യം ഈ ചാരായം ഒഴിച്ചു തരും. എന്നിട്ട് ചുക്ക എന്നാണ് അവർ ചീയേഴ്സിനെ പറയുന്നത്. അപ്പം ചുക്ക പറഞ്ഞിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിച്ചു തുടങ്ങാനായിട്ട്. എന്തായാലും അവിടെ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അവിടെ ചാരായം കുടിച്ചത് അവിടെ നിന്നാണ്. അതിനുശേഷം ചോപ്പ് സ്റ്റിക്സ് വെച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒട്ടും ട്രെയിൻഡ് അല്ലായിരുന്നു. അപ്പോൾ ഇവർ ഇനി അതല്ലാതെ നമ്മൾ കൈവച്ച് കഴിക്കുന്നത് ശരിയാകുമോ, ഇവർക്കത് അത് ഒരു മോശമായിട്ട് തോന്നുമോ എന്നുള്ളതുകൊണ്ട് ഞാൻ ചോപ്പ് സ്റ്റിക്സ് വെച്ചിട്ട് കുറേ യുദ്ധമൊക്കെ ചെയ്തു. അവസാനം ഞാൻ എടുത്ത ഒരു ടോഫു അല്ലെ പനീർ മറ്റൊരാളുടെ പ്ലേറ്റിൽ ചെന്ന് വീണ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി. അവരെല്ലാം ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു. എന്തായാലും അവരോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഈ ഷാമൻ്റെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എനിക്ക് അങ്ങനെ അറിയാൻ നല്ല താല്പര്യമാണ്, എന്താണ് ഇവരുടെ വിശ്വാസങ്ങൾ എന്നൊക്കെ അറിയാൻ. ഞാൻ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ബാവുവിൻ്റെയൊക്കെ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പിന്നെ ബാവു പറഞ്ഞു നമുക്കിനി അവിടെ നിന്ന് ബാവുവിൻ്റെ മുത്തശ്ശിയുടെ വീടുണ്ട്, അപ്പോൾ മുത്തശ്ശി ഒരു ഷാമനാണ്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ പോയി. അതൊരു ചെറിയ കുടിലാണ്, നല്ല ഇരുട്ടാണ്, ഒട്ടും വെളിച്ചക്കുറവുണ്ട്. ഞാൻ ചെല്ലുമ്പം ഇവരിങ്ങനെ ചരടിങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുക. ആ ചരടിൻ്റെ വിശേഷങ്ങൾ ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാം. എന്നെ കണ്ടതും വന്ന് ഭയങ്കര കെട്ടിപ്പിടിച്ച് മോമോ ഷീഷി എന്നാണ് ഇവരുടെ പേര്, ഷീന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും നമ്മുടെ ഷീ അമ്മുമ്മ വന്നു, സംസാരിച്ചു. അപ്പം ഭാഷ അറിയില്ല, ബാവുവാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാവു അവരോട് പറഞ്ഞിങ്ങനെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവരുടെ വിശ്വാസപ്രകാരം നമുക്ക് ഒരു ആത്മാവല്ലേ ഉള്ളൂ, അവരൊക്കെ കുറേ ആത്മാക്കളുണ്ട്. അപ്പം ഒരു തലവേദന വന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു ആത്മാവ് എങ്ങോട്ടോ പോയി എന്നുള്ളതാണ്. അപ്പം ഈ ആത്മാവിനെ തിരിച്ചു വിളിക്കുന്ന ഒരു ചടങ്ങുണ്ട്, അതാണ് ഈ ഷാമൻ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു വയറുവേദന വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആത്മാവ് പോയി, അപ്പം ആത്മാവിനെ തിരിച്ചു വിളിക്കണം. അപ്പോൾ ഈ പിന്നെ നമ്മുടെ ബാവുവിൻ്റെ അമ്മുമ്മ, നമ്മുടെ ഷീ അമ്മുമ്മ എന്നെ ഒരു മുറി, അവിടെ ചെറിയൊരു മുറി, ആ മുറിയിൽ കൊണ്ടുപോയി. ഇരുട്ടാണ്. എന്നിട്ട് അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുമന്ന പേപ്പർ, അതിൻ്റെ പുറത്ത് നീല കളറിലെ പേപ്പറും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നിറയെ പിന്നെ ഈ കോഴിയുടെയും മൃഗങ്ങളുടെയൊക്കെ ബ്രൗൺ പേപ്പറിൽ ഇങ്ങനെ പടം, ചന്ദ്രൻ, സൂര്യൻ, അതൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ അനിമിസം എന്നാണ് പറയുന്നത്. യൂഷ്വലി ഗോത്രവർഗ്ഗക്കാരെല്ലാവരും ആ ഒരു അനിമിസമാണ് ഫോളോ ചെയ്യുന്നത്, സർവ്വജീവത്വവാദം. അവരുടെ ഒരു വിശ്വാസപ്രകാരം എല്ലാത്തിലും, അതായത് വെള്ളമാണെങ്കിലും ഭൂമിയാണെങ്കിലും പിന്നെ ആകാശമാണ്, എല്ലാം ഒരു ആത്മാവുണ്ടെന്നാണ്. അപ്പം അതിനെല്ലാം ആരാധിക്കുന്നതാണ് ഈ അനിമിസം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കാം അതെല്ലാം അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ ആത്മാവിനെ തിരിച്ചു വിളിക്കുന്നത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രൗൺ പേപ്പറിൻ്റെ അവരിങ്ങനെ മടക്കി അത് കണ്ണിൻ്റെ
പുറത്ത് വെച്ചിട്ട് കെട്ടി വെച്ചിട്ട് അവർ പറഞ്ഞു ഇതും വെച്ചിട്ട് അവർ ഒരു മേശപ്പുറത്ത് കയറി നിൽക്കും. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ആത്മാവ് മറ്റേ ആത്മാവിനെ തേടി കണ്ടുപിടിച്ച് എന്നിട്ട് ഇതിനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എല്ലാ അസുഖം മാറും. അങ്ങനെ കുറേ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്തായാലും രസമായിരുന്നു. പിന്നെ അവിടെ തന്നെ കുറേ സാമ്പ്രാണിയൊക്കെ കത്തിച്ചതിൻ്റെ ഇതും ചാരവും എല്ലാം ശരിക്കൊരു മന്ത്രവാദിയുടെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത്. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി, 3 മണിയൊക്കെ ആയി. അപ്പം അന്ന് ബാവുവിൻ്റെ വീടിൻ്റെ അടുത്ത് ബാവുവിൻ്റെ ഒരു സഹോദരി താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വീട്ടിലായിരുന്നു എനിക്ക് ഊണ് പറഞ്ഞത്. അവിടെ എന്തോ അവർക്ക് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നെയും കൂടെ കൂട്ടിയതാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ആണുങ്ങൾ നമ്മുടെ പൊതുവെ ആണുങ്ങൾക്ക് ഭക്ഷണം, ഇപ്പോൾ ഒരു വലിയൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ആണുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ സ്ത്രീകൾ, അവിടെ അങ്ങനെയല്ല. അവിടെ 2 ടേബിൾ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ ടേബിളെല്ലാം ഇങ്ങനെ ഉയരം കുറഞ്ഞ ടേബിളാണ്. എന്നിട്ട് ഒരു ടേബിളിൻ്റെ ചുറ്റും ആണുങ്ങൾ ഇരിപ്പുണ്ട്, ഒരു ടേബിളിൻ്റെ ചുറ്റും സ്ത്രീകൾ ഇരിപ്പുണ്ട്. എന്നിട്ട് എല്ലാ ഫുഡും ഈ 2 ടേബിളിലും ഒരേപോലെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരുമിച്ചിരുന്ന് അങ്ങ് കഴിക്കുകയാണ്. അപ്പൊ ഇവിടെ പക്ഷെ വിചിത്രമായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് തേനീച്ച എങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചത്, പിന്നെ പുഴു, ഒരു സൂപ്പിനകത്ത് പുഴു, അതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ നോക്കി അത്ഭുതപ്പെടും. അവരെ ചോപ്പ് സ്റ്റിക്സ് വെച്ചിട്ട് ഈ തേനീച്ചയുടെ ചിറകിൽ ഇങ്ങനെ പിടിച്ച്, ഫ്രൈ ചെയ്തതാണ്, ഇതിന്റെ ചിറകിൽ പിടിച്ചിട്ടാണ് കഴിക്കുക. ആ പുഴുവൊക്കെ എനിക്ക് കഴിക്കാൻ പേടിയായിരുന്നു, കാരണം എന്തെങ്കിലും വയറുവേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാവുമോ എന്നുള്ളത്. എന്തായാലും അവിടെയും നമ്മുടെ പനീറും ഒക്കെ ആയിരുന്നു ശരണം. പിന്നെ കുറേ ഇലകളുണ്ട്, എന്തൊക്കെയോ ഇലകൾ ഇവര് പച്ചയ്ക്ക് കഴിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളരി, പച്ചരിയുടെ ചോറ്. അപ്പം അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് അന്ന് ഭക്ഷണം കഴിച്ച്, പിന്നെ തലേദിവസം രാത്രിയിലും ഉറക്കമൊന്നും ശരിയായില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അന്ന് നേരത്തെ പോയി ബാബുവിൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതാണ് സാപ്പയിലെ ഗ്രാമത്തിൻ്റെ വിശേഷം. ഇനി അടുത്ത എപ്പിസോഡിൽ സാപ്പയിലെ തന്നെ ഒരു എരുമ ബലി കൊടുത്ത കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം. നമസ്കാരം.